പിന്നെ അപ്പോൾ അങ്ങനൊരു വലിയൊരു പ്രോഗ്രാമായിരുന്നു. പിന്നെ എന്താ പറയുക, അതിൻ്റെ കുറേ തിരക്കുകളിലായിരുന്നു. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ സംസാരിക്കാൻ പറ്റിയില്ല. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. ഹലോ സേട്ടാ. അഖിലെ, നീയാണെന്ന് എനിക്ക് മനസ്സിലായടാ. ഒന്നും കേൾക്കുന്നില്ലേ? ആ റേഞ്ചിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അതാണൊന്നും കേൾക്കാത്തത് കേട്ടോ. റേഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇവിടെ റേഞ്ച് കുറച്ച് കുറവുണ്ട്. ഓക്കെ, സുഖമാണോ? സുഖം സുഖം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ അടുത്ത് എന്താ എനിക്ക് പറയാം, ഞാനെന്താ പറയണ്ടേ? ഓൾവേസ് എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. പിന്നെ കല്യാണം, എനിക്ക് ആക്ച്വലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജസ് കുറേ ഇടയ്ക്ക് കമൻസ് കുറേ വരുന്നുണ്ട്, പക്ഷേ ചില സമയത്ത് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. ഇവിടെ റേഞ്ച് ഇത്തിരി ഡൗൺ ആണ്. ഒരു ഹായ് പറയുമോ? നന്ദന അമൽ, അയ്യാ ഹായ് ഹായ് ഹായ്. ദെൻ ഓക്കെ, ഒരു ഹായ്. ആര്യക്ക് ഹായ്. ഹർഷരത് ബാലകൃഷ്ണ ഹായ്. സോ ഇന്നലെ ആ ഒരു ഇതിലായിരുന്നു, പ്രോഗ്രാമിലായിരുന്നു. നല്ല വലിയ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ കൈലാസ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബ്രോസാണ് കേട്ടോ അവരൊക്കെ. പ്രക്ഷോഭ്, ജെയിൻ, പ്രദീപേട്ടൻ, രാജ്കുമാർ, സുർജിത്ത്, അങ്ങനെ ഒരുപാട് എല്ലാവരും നമ്മുടെ ഒരു ടീമാണ്. രജിത്തേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് വരാനായിട്ട് ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അങ്ങ് തകർത്തു. ഹായ് ലെനി മരട്. ലെനി ചേട്ടാ ഇപ്പോൾ കൊച്ചിയിലല്ല, കൊല്ലത്താണ്. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ, ഞാൻ വേറൊരു മലപ്പുറത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഈ കൊല്ലത്തേക്ക് വന്നത്. അപ്പോൾ ഈ കൊല്ലത്തെ പ്രോഗ്രാം ഇന്നലെ ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇപ്പോൾ ലെനി ചേട്ടനെ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു ടീമുണ്ട്, എന്താ ആരവ് സിനിമ നിതാര പ്രൊഡക്ഷൻസ് അല്ലേ. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ ഒരു പുതിയൊരു സിനിമ ലോഞ്ചിങ് ഉണ്ടായിരുന്നു. ഒരു ടൈറ്റിൽ, ഒരു മോഷൻ പോസ്റ്റർ ലോഞ്ചിങ് ഉണ്ടായിരുന്നു. ജൂഹി 2.0. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൂഹി 2.0ൻ്റെ ഒരു മോഷൻ പോസ്റ്റർ നമ്മൾ ഇന്നലെ ലോഞ്ച് ചെയ്തു. ഈ ഒരു വലിയ പ്രോഗ്രാമിൽ, ഈ ഒരു വലിയ ചടങ്ങിൽ നമ്മളത് ലോഞ്ച് ചെയ്തു. ലോഞ്ചിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ബിജു പണിക്കശ്ശേരി, അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ലെനി മരട്, ദെൻ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ രാജീവ് RS, പിന്നെ നമ്മുടെ തുഷാറേട്ടൻ. ഇവർ രണ്ടുപേരാണ് സ്ക്രിപ്റ്റ് നോക്കുന്നത്. പിന്നെ ശ്യാം ബ്രോ ഉണ്ടായിരുന്നു. പിന്നെ അഭിലാഷ് ഏട്ടൻ വരാൻ പറ്റിയില്ല, എന്നാലും പുള്ളിയും അതിനകത്ത് നമ്മുടെ ടീമിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടിങ്ങനെ നല്ല നമ്മളത് ലോഞ്ച് ചെയ്തു. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. നമ്മളത് തകർത്തു ഉള്ള സമയം. സോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലെ വൈകിട്ട് 3 മണിയൊക്കെ ആയി, ഇന്നലെ പുലർച്ചെയായി കഴിഞ്ഞപ്പോൾ. വരുന്നുണ്ടോ ട്രിവാൻഡ്രം? അയ്യോ, ട്രിവാൻഡ്രം ഇല്ല. ട്രിവാൻഡ്രം വരും. ഓക്കെ, ദെൻ വീട്ടിലെല്ലാവരും സുഖമാണോ? സുഖം ശരത് ബ്രോ. ദെൻ എനിക്ക് ആക്ച്വലി ആരും കാണാൻ പറ്റുന്നില്ല, മീൻസ് റേഞ്ചിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അതാണ് കേട്ടോ. അൻസാൻ ലാലച്ചൻ ഹായ്. പിന്നെ എൻ്റെ എന്താ പറയുക, ഞാൻ ഇതിൽ ആക്റ്റീവ് അല്ല എന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേട്ടൻ മറ്റേ ഇൻസ്റ്റ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഫംഗ്ഷൻ വന്നപ്പോഴും ചോദിച്ചു, ചേട്ടാ അതിനകത്തൊന്നും ഒരു അനക്കല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കുറവാണ് ഞാൻ വരൽ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തെങ്കിലും വരും. രാജി എന്നെ മനസ്സിലായോ? എനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ, മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞാൻ നോക്കാം. റെഡി. ദെൻ അൻസാൻ ലാലച്ചൻ ഹായ് ചേട്ടായി. ഹായ് അൻസാൻ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാവണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ ഷോ, കൈലാസ് ഫാഷൻ വീക്കിൻ്റെ ഷോ കൗമുദി ചാനലിൽ ആണ് മിക്കതും അത് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ കൈലാസിൻ്റെ പ്രക്ഷോഭ് കൈലാസ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പുതിയ ഒരു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, മോളിവുഡ് ഫ്ലിക്സ് അവാർഡ്. നമ്മുടെ സിനിമ സീരിയൽ ഇൻഡസ്ട്രിയിലെ എല്ലാവർക്കും, ഒട്ടുമിക്ക കഴിവുള്ള ഒരുപാട് പേർക്ക് അതിനകത്ത് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു ഷോയാണ്. അപ്പോൾ ഈ പ്രോഗ്രാം ഇതൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദങ്ങളിലൂടെ അല്ലെങ്കിൽ സൗഹൃദങ്ങളുടെ പ്രോഗ്രാംസാണ്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്സ് എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും അവർക്കും ഉണ്ടാവണം. ഓക്കെ, മഴയില്ല. ഓക്കെ, മൂന്നാർ എത്തിയിട്ട് വിളിക്കാൻ മൊത്തേ. അതാണ് ലെനിച്ചേട്ടാ. വിളിക്ക്. നമ്മുടെ ടീം എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ദെൻ മഴയില്ല. പിന്നെ എനിക്ക് ഇതൊന്നും കിട്ടുന്നില്ല, കമൻസൊന്നും എനിക്ക് കിട്ടുന്നില്ല. ലാലേട്ടൻ സിനിമ കണ്ടോ? ലാലേട്ടൻ്റെ സിനിമ കാണാൻ പറ്റിയില്ല. എൻ്റെ ബ്രോ അവൻ്റെ കാര്യം ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ ഞാൻ വീണ്ടും പറയാം. ഷിയാസിന് എൻ്റെ എല്ലാവിധ ആശംസകളും. അവൻ എപ്പോഴെങ്കിലും ഈ ലൈവ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനത് ഞാനിപ്പോൾ തന്നെ അവന് വിഷ് ചെയ്യാണ്. ഹാപ്പി. ഓൾറെഡി നമ്മുടെ ഫ്ലോറിൽ വെച്ചിട്ട് അവന് ബർത്ത്ഡേ വിഷസൊക്കെ കൊടുത്തു. കുറേ ബഹളമൊക്കെ വെച്ച് നമ്മളിങ്ങനെ കുറേ കൂവി നമ്മൾ ഒരു വിഷസ്, അത് സ്നേഹത്തിൻ്റെ പേരിലാണ് കേട്ടോ. നമ്മുടെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഒരു നല്ലൊരു വിഷസ് കൊടുത്തു. സോ എന്നാലും ഞാൻ പറയുന്നു, ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ബ്രദർ ആൻഡ് മൈ ഡിയർ ചങ്ക് ബ്രോ ഷിയാസ് കരീം. ഷിയാസിന് ബർത്ത്ഡേ വിഷസ് ഞാൻ അറിയിക്കുന്നു. ദെൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഞാൻ നോക്കാം മനസ്സിലാലച്ചൻ. ആദിത്യ ഷരാജ്, ഹായ്. യെസ്. ദെൻ വേറെ എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്സ് ഇനി ഇവിടുന്ന് അങ്ങോട്ടാണെന്നുണ്ടെങ്കിലും കൂടെ തന്നെ ഉണ്ടായിരിക്കണം. നമുക്ക് തകർക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. ഞാൻ സിനിമ ചെയ്യണം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട്. കാര്യം അത്ര ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര്. ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടത് കസ്തൂരിമാൻ എന്ന് പറയുന്ന സീരിയലാണെന്ന് എനിക്കറിയാം. ഒപ്പം അതിനുശേഷം വന്ന ഭാഗ്യജാതകം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു സ്നേഹം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതിൽ. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞാൻ വരണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്സ് വേണം, നിങ്ങളുടെ സ്നേഹം വേണം. എന്നും കൂടെ ഉണ്ടാവണം കേട്ടോ. എന്തെങ്കിലും ഇപ്പോൾ എൻ്റെ പ്രോഗ്രാംസ് എല്ലാവരും നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സജഷൻസോ ഒപ്പീനിയൻസോ അല്ലെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കണം. ഞാൻ തീർച്ചയായിട്ടും നോക്കാം. ദെൻ രഞ്ജിത്ത് 143 സിദ്ധു, യാ ഹായ് രഞ്ജിത്ത് ബ്രോ, സപ്പോർട്ടുണ്ട്. ഓക്കെ താങ്ക് യു സോ മച്ച്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇൻസ്റ്റ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇത്തിരി കുറവായത് കൊണ്ട് തന്നെ ആരും കാണാറില്ല ഞാനിപ്പോൾ. ഇനിയിപ്പോൾ വീണ്ടും ഒന്ന് ആക്റ്റീവായി വരണം. പക്ഷേ ഞാൻ ഇങ്ങനെ ലൈവൊക്കെ വരുന്നുണ്ട്, നിങ്ങളാരും കാണുന്നില്ല, കൂടുതൽ അധികം ആൾക്കാരൊന്നും കാണുന്നില്ല. സനൽ കുഞ്ഞൂസ്, ഹായ് ഏട്ടാ, സുഖമാണോ? സനൽ സുഖമായിട്ട് പോകുന്നു. ഓക്കെ, മാഗി ആൻഡ് നൂഡിൽസ് വിഷസ്, താങ്ക് യു സോ മച്ച്. തീർച്ചയായും സപ്പോർട്ട് ഉണ്ടാവും. താങ്ക് യു, എല്ലാവരുടെയും താങ്ക്സ് ഞാൻ പറയുന്നു എല്ലാവരോടും. ഒരു ചിരി ബമ്പർ ചിരി പോകുന്നുണ്ട്, സ്റ്റാൻഡപ്പ് കോമഡി ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടി. ഞാനോ? അയ്യോ ഇല്ല, എനിക്ക് അങ്ങനത്തെ കഴിവൊന്നും ഇല്ലെന്നേ. കാര്യം ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡപ്പ് കോമഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഴിവുള്ള ആൾക്കാരാണ്, ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നല്ല കാര്യമാണ് അതൊക്കെ. അപ്പം ഞാനും പോകുന്നില്ല. ശരത്ത് പോകുന്നുണ്ടോ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ബ്രോ. ചേട്ടായി വീട്ടിൽ ഒറ്റ മോനാണോ? അല്ല, എനിക്കൊരു ബ്രദറുണ്ട്, എൽഡർ ബ്രദറുണ്ട്. പിന്നെ സിദ്ധു ചേട്ടാ, അച്ചു പൊന്നു സിദ്ധു ചേട്ടാ, ഹായ്. സോ അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും ഞാനൊരു നൈസ് ഈവനിങ് ഞാൻ നേരുകയാണ്. കല്യാണം ഉടനെ വല്ലതും ഉണ്ടാവുമോ? കല്യാണം വീട്ടുകാർ നന്നായിട്ട് നോക്കുന്നുണ്ട്. അവരുടെ ഒരു പോർഷൻ കൂടിയും ഞാൻ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കല്യാണം നോക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. അതൊരു വഴിക്ക് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അക്ഷയ് ബേക്കൽ, ഹായ്. സോ എല്ലാവർക്കും ഞാനൊരു നല്ലൊരു ശുഭ സായാഹ്നം ഞാൻ നേരുന്നു. അച്ചുപൊന്നു, ഞാൻ വന്നപ്പോൾ ചേട്ടൻ പോകുകയാണോ? ഒരിക്കലുമില്ല. ഞാൻ ഹായ് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. ജിതിൻ സൂര്യ, ഹായ്. സോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഞാൻ നല്ലൊരു നല്ലൊരു ദിവസം അല്ലെങ്കിൽ ശുഭരാത്രി അല്ലെങ്കിൽ ശുഭസായാഹ്നം നേരാണ്. താങ്ക് യു സോ മച്ച്. ബൈ.